കൂടുതൽ വർത്തമാനം പറയുന്നവരെ ആരാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ. ഇത്രയും നേരം മിണ്ടാതിരുന്നത് കൊണ്ട് എന്താ വെച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വെള്ളം ഈ അണക്കെട്ട് പൊട്ടി പോലെ പോകും. കാരണം നാവിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ കൃപയുടെ അഭിഷേകത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, അവൻ്റെ നാവിനെ നിയന്ത്രിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിന്നെ അടുത്തതാണ്, ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അവൻ ഇടപെടും. എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്തയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി പലവിധ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആള്. ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറെ കാണാൻ നിസ്സാരമായിട്ട് കാണും, എളുപ്പമായിരിക്കും. പക്ഷേ അതിൻ്റെ താഴെയുള്ളവരെ കടന്നു പോകാനാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. ഹല്ലേലൂയ. കാരണം എന്താ, ഈ ധ്യാനം കൂടി ഒന്ന് അഭിഷേകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവനാണ് ആള് ചമയുന്നത്. ഹല്ലേലൂയ. പള്ളിയിലേക്ക് ആള് ചമയം വരുന്നവരുണ്ട്. ഒരു ആത്മീയതയുള്ളവരാണെങ്കിൽ അവിടെ ആള് ചമയാനുള്ള സ്ഥലങ്ങളല്ല ആത്മീയ കേന്ദ്രങ്ങൾ. അവിടെ എല്ലാവരോടും ഒരു സ്നേഹം നടത്താനുള്ള. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് അവൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുന്നത് അവനെ തന്നെ നിയന്ത്രിക്കുമ്പോഴാണ്. നിയന്ത്രിക്കാൻ പറ്റാത്തവനാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അണപൊട്ടി പോലെ വർത്തമാനത്തിലേക്ക് പോകുന്നു, അണപൊട്ടിയതുപോലെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷ്യം ഞാൻ കൊണ്ടുവന്നതാണ്, ഈ വചനം പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതാണ്, എല്ലാത്തിനും കുറിച്ച് ഇനി ഞാൻ ഹല്ലേലൂയ.